കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ രാവിലെ കുറച്ച് എമർജൻസി ആയിട്ട് ഇന്ന് തന്നെ വിടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ആക്ച്വലി ഇന്ന് ഞാൻ ഒരു ദിവസത്തേനെ റെസ്റ്റ് എടുക്കാം, ഇന്ന് കൊറിയർ വിടണ്ടെന്ന് പ്ലാൻ ഇട്ടിരുന്ന ദിവസമാണ്. കാരണം ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി, പിന്നെ മിലോ കുഞ്ഞിന്റെ ബാത്തിങ് ഡേ ആയിരുന്നു, അപ്പൊ അതിന് കൊണ്ടുപോയി. അതിന് രണ്ടര മണിക്കൂർ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഡിന്നർ ഒക്കെ പുറത്തുനിന്ന് കഴിച്ചു, പിന്നെ കുറെ സാധനങ്ങൾ മേടിച്ചു, അങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ പിന്നെ ഞാൻ ഇച്ചിരി ടയേർഡായി, എനിക്കത് എടുത്തു വെക്കാൻ ഒക്കെ ഒരു മടി. അത്യാവശ്യം വെജിറ്റബിളും കാര്യങ്ങളൊക്കെ മാത്രം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കുളിച്ച് ബാക്കി കുറച്ച് മെസ്സേജ് ഒക്കെ നോക്കി അങ്ങനെ കിടന്നുറങ്ങിട്ടോ. അപ്പൊ നോക്കുമ്പോ ഇതുപോലെ ഭയങ്കര എമർജൻസി ആയിട്ട് അവർക്ക് കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ മാറ്റി വെക്കണ്ട, ആ 5-6 കേസ്, ആ ഒരു 4-5 പേരുടെ ഉണ്ട്, അപ്പൊ അതങ്ങ് അത്യാവശ്യമായിട്ട് അയക്കാം. എന്നിട്ട് ബാക്കി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വലിയ എമർജൻസി ടെൻഷൻലെസ് ആയിട്ട് ഇന്നത്തെ ജോലികൾ. പിന്നെ കുറച്ച് ഫോണൊക്കെ വിളിക്കാനുണ്ട്, അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ സംസാരിച്ച് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങ് തീർക്കാമെന്ന് ഞാൻ പ്ലാൻ ഇട്ടു. അപ്പൊ രാവിലെ തന്നെ നമുക്ക് ഇത് അങ്ങ് പാക്ക് ചെയ്ത് വേഗം കൊടുത്തു വിട്ടേക്കാം. അവര് ഹാപ്പി ആയിട്ട് പാക്ക് ചെയ്ത് സമാധാനത്തോടെ ഉണ്ടാക്കിയോട്ടെ. നമുക്ക് രാവിലെ ഒരു ഇച്ചിരി നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, അതങ്ങ് സ്ട്രഗിൾ ചെയ്താലും ഓക്കെ. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇഷ്ടംപോലെ സമയം കിടക്കാനുള്ള അങ്ങനെ ഓർത്ത് കേട്ടോ. അപ്പൊ ഞാൻ ഓവറോൾ കാണിച്ചു തരാം ഓരോരുത്തർ എന്തൊക്കെയാണ് മേടിച്ചേക്കുന്നത്. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, എല്ലാം തന്നെ അവർക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ അളവ് കൂടുതൽ മേടിക്കുന്നത് തോന്നുന്നു. അങ്ങനെ അപ്പം അതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വേഗം അങ്ങ് പാക്ക് ചെയ്യാം. ആ കൂടെ ഞാൻ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയ വിശേഷങ്ങൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്ത് പുതുതായിട്ട് പോയതാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അതൊരു രസമല്ലേ, നല്ല ഫുഡും നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ. ആംബിയൻസും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഈ അടുത്തും കണ്ട് തുടങ്ങിയതാന്ന് തോന്നുന്നു. അപ്പം അവിടെ ഞങ്ങൾ വരുന്നത് ആ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആ കൂടെ ഞാനിത് പാക്കിംഗ് കൂടി ചെയ്യട്ടെ കേട്ടോ. ഇത് കണ്ടോ കൂട്ടുകാരെ, ചൂടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന, കിച്ചണിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുന്ന മെറ്റലിന്റെ ഒരു പിന്നെ എന്താ ഹോട്ട് പ്ലേറ്റ് എന്ന് പറയാം അത്. പിന്നെ ഇതാ ഏപ്രൺ മേടിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള കളറ്. പിന്നെ ഇതാ അലുമിനിയത്തിന്റെ ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്, അത് രണ്ടെണ്ണം ഒരു പെയറായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതാ നല്ല 2 തവി അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറൊക്കെ വറക്കുന്ന അങ്ങനെ ഒന്നിച്ച് വെള്ളം വീഴാതെ സേഫ്റ്റി ഉള്ള അത് മേടിച്ചിട്ടുണ്ട് അവർ കേട്ടോ. അതാണ് ഒരാളുടെ. ഇവരിതാ 2 പാക്കറ്റ് നമ്മുടെ കാട്ടുതേനാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഇതാ മില്ലറ്റ്സ് എത്ര 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ വയനാടൻ കറിമഞ്ഞളും ഗീയും കസ്തൂരി മഞ്ഞളും ബോഡി മോയ്സ്ചറും പിന്നെ ലിപ് ബാമുകൾ 2 എണ്ണം, അങ്ങനെയാണ് ഇവർ മേടിച്ചേക്കുന്നത്. ഇനി ഇവിടെ മേടിച്ചേക്കുന്ന 3 മില്ലറ്റ്സും 3 കരിപ്പെട്ടി നമ്മുടെ ഔഷധ കോഫി ക്യൂബ്സും 1 ഗീയുമാണ് അവർ മേടിച്ചേക്കണേ. പിന്നെ ഒരു പിന്നെ ന്യൂഡ് ലിപ് ബാം മേടിച്ചിട്ടുണ്ട്. ഇവിടെ 2 ബോഡി മോയ്സ്ചറും അങ്ങനെ റൗണ്ട് ഷേപ്പുള്ള ബ്രായും അലുമിനിയം ഗ്ലൗസും മേടിച്ചേക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഇതാ വയറൊതുങ്ങുന്ന വിധത്തിലുള്ള നല്ല പാൻറ്റീസും അതുപോലെ മില്ലറ്റ്സും മേടിച്ചേക്കണേ. ഇവർ മേടിച്ചേക്കുന്നത് വയനാടൻ കരിമഞ്ഞളും എന്താ റീയൂസ് ചെയ്യാവുന്ന കിച്ചണൊക്കെ ക്ലീൻ എവിടെ ക്ലീൻ ചെയ്യാം അങ്ങനത്തെ ഇത്രയും വലിയ ടിഷ്യൂ ആണ് അത്. ശരിക്കും പറഞ്ഞാൽ റീയൂസ് ചെയ്യാം കേട്ടോ, ഒത്തിരി കാലത്തിന് ഉപയോഗിക്കാം. പിന്നെ കസ്തൂരി മഞ്ഞൾ അവർ മേടിച്ചേക്കണേ. ഇങ്ങോട്ടേക്ക് മേടിച്ചേക്കണേ കസ്തൂരി മഞ്ഞൾ ഫേസ് പാക്കുമാണ്. ഇങ്ങോട്ടേക്ക് 2 ബോഡി മോയ്സ്ചർ. അപ്പൊ ഇത്രയും സാധനമാണ് ഇന്ന് എമർജൻസി ആയിട്ട് എനിക്ക് പാക്ക് ചെയ്ത് അയക്കേണ്ടത്. എല്ലാവരും ദൂരേക്ക് പോകുന്നവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എമർജൻസി ആയിട്ട് അവർക്ക് കിട്ടേണ്ടത് അങ്ങനെയൊക്കെ. അപ്പൊ ഇത് നമുക്കങ്ങ് പാക്ക് ചെയ്യാം. ആ കൂടെ ഞാൻ ഇന്നലത്തെ വിശേഷങ്ങൾ കാണിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വലിയ പാക്കിങ് ആദ്യം അങ്ങ് ചെയ്യാം. അപ്പൊ പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് കിട്ടുമല്ലോ. ഇനിയിപ്പോ ഒത്തിരി ഓർഡർ വേറെ വന്ന് കിടപ്പുണ്ട് കേട്ടോ, മൈക്രോഫൈബറിന്റെ എസ്പെഷ്യലി ഒത്തിരി ഓർഡർ വന്ന് കിടപ്പുണ്ട്. അതെല്ലാം നോക്കിയിട്ട് എനിക്ക് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ അതെല്ലാം സെൻഡ് ആക്കി തീർക്കണം. വേറെ ഒത്തിരി പ്രോഡക്റ്റുകളും വന്ന് കിടപ്പുണ്ട്. അതിന്റെ എല്ലാം ഇനിയിപ്പം വൈകുന്നേരം സ്ലിപ്പ് ഒക്കെ എടുത്തിട്ട് ചെയ്യണം. അപ്പൊ ഇത് നമുക്കങ്ങ് പാക്ക് ചെയ്യാം. സ്വർഗപുത്രി നവരാത്രി ാണ് നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാനുള്ളത്. ഇത്രയും മാത്രം പെട്ടെന്ന് അങ്ങ് കൊടുത്തു വിടുക. അപ്പൊ ആ ഒരു ടെൻഷൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാനിവിടെ എല്ലാം ആദ്യം തന്നെ ഇനിയിപ്പം എനിക്ക് ഉഴുന്ന ദോശ, ഉഴുന്ന തന്നെയാണല്ലോ അല്ലെങ്കിലും നമ്മൾ ഇടുന്നേലെ ദോശ ഉണ്ടാക്കി കഴിക്കണം. ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് വേഗം ക്ലീനിങ്ങും ബാക്കി സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ. അപ്പൊ ആ കൂട്ടത്തിൽ ഇന്നലെ ഞങ്ങൾ പോയ സ്ഥലത്ത്, പുതിയ സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ചില ക്ലിപ്പുകളൊക്കെ ഒത്തിരി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല ഇന്നലെ. അങ്ങനെയാണ് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ പോകുന്ന ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം അങ്ങനെ തോന്നുള്ളൂ. എനിക്ക് എന്റെ ഡ്രസ്സൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു മൂഡും ഉണ്ടാവില്ല കേട്ടോ. മീൻസ് എങ്ങനെയും പോയി നമ്മുടെ കാര്യം നടത്തി തിരിച്ചു തരിക മാത്രമേ ഉള്ളൂ. ഷൂട്ടിങ് അങ്ങനെ അതൊന്നും എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്തോ കിട്ടിയത് വാരി വലിച്ചിട്ടുണ്ട് പോയി ആ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഒന്നുമില്ലായിരുന്നു. എങ്ങനെയും പോയിട്ട് വേഗം മിലോനെ ബാത്തും എടുത്ത് നേരെ കുറച്ച് സാധനം മേടിച്ചിട്ട് ഡിന്നർ
ഡിന്നർ മേടിച്ചിട്ട് പോരാന്ന് ഞാൻ ഓർത്തെ. അപ്പൊ അവൻ പറഞ്ഞില്ല നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് പോകാം. അപ്പൊ ആ രീതിക്ക് അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചിട്ടും പോകുന്നു. അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് ഷവർമ റോളൊക്കെ മേടിച്ചോണ്ട് വന്നു. ഇന്ന് അതൊക്കെ കഴിക്കാം നമുക്ക്, പിന്നെ എയർ ഫ്രയർ വെച്ച് ചൂടാക്കിയിട്ട് കഴിക്കാം. അങ്ങനെയൊക്കെ ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേനുള്ള കുറച്ച് സ്പെഷ്യലൊക്കെ മേടിച്ചോണ്ട് വരും കേട്ടോ. ഒരു ദിവസം അങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം എയർ ഫ്രയറിൽ വെച്ചിട്ട് അങ്ങ് ചൂടാക്കും. ആ രീതിക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ മേടിച്ചോണ്ട് വന്നു. അങ്ങനെയൊക്കെ ഇങ്ങ് പോകുന്നു കേട്ടോ. അത്ര മൂടില്ലായിരുന്നു അങ്ങനെ വീഡിയോ ഒന്നും ഒത്തിരി ഷൂട്ട് ചെയ്യാൻ. അങ്ങനെയൊക്കെ എന്നാലും ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ പുതിയൊരു സ്ഥലമാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഗ്രില്ലായിട്ടുള്ള ചിക്കനൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി എന്തായാലും. പിന്നെ നല്ല ആംബിയൻസ് ആണ് അവിടെ ഇരിക്കാൻ, ഓരോ ഓപ്പൺ സ്പേസ് പ്ലസ് നമ്മുടെ വലിയ വലിയ കുന്നുകളും പച്ചപ്പും. ഈ പച്ചപ്പും പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിരിക്കാൻ അടിപൊളി. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അച്ഛനോട് പറയണേ, നമുക്കിതൊന്നും കണ്ട വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലല്ലടാ. കാരണം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ പറ്റുന്ന ഒരു ഭയങ്കര ത്രില്ലൊന്നും തോന്നാത്തത്. ഇപ്പൊ എന്റെയൊക്കെ വീട്, സ്വന്തം വീട് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇതുപോലെ ഒരു കുന്നിന്റെ മുകളിലാണ് ഞങ്ങളുടെ വീട് തന്നെ. അപ്പൊ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുന്നിന്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഇതുപോലെ പർവ്വതങ്ങൾ പോലെ ചുറ്റോട് ചുറ്റും ഒരു 50 ബാക്കി മൊട്ടക്കുന്നുകൾ നമുക്ക് നമ്മുടെ വീടിന്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ, മീൻസ് വീടിന്റെ തൊട്ട് മുകളിലുള്ള കുന്ന കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ ഇത് എക്സാക്ട്ലി അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്ര വലിയൊരു ത്രില്ലോ ഭയങ്കര രസവും തോന്നില്ല. എന്നാലും ഒക്കെ ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുമ്പോൾ സന്തോഷം അത്രേ ഉള്ളൂ. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പൊ ഒട്ടും ഇങ്ങനെ പച്ചപ്പോ കാര്യങ്ങളൊന്നുമില്ല, നിറച്ച് ടൗണ് നഗരങ്ങളിൽ മാത്രം ജീവിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വന്ന് കാണാം. അതുകൊണ്ട് വയനാട്ടിൽ ഇത്രയും ടൂറിസം ഒക്കെ ഇത്രയും ഡെവലപ്പ് ആവുന്ന കേട്ടോ. അടിപൊളി ഫീലിംഗ് ആയിരിക്കും അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കണേ. എന്നാലും നല്ല രസമായിരുന്നു. അതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇച്ചിരി ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇത് എൻഡ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നേരെ എന്റെ ഈ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിലേക്ക് നേരെ മെസ്സേജ് ഇട്ടുള്ളൂ. വെബ്സൈറ്റിൽ എല്ലാ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ബാക്കി വാട്സപ്പിലേക്ക് വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാൻ എനിക്ക് അത്ര സമയമില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒത്തിരി അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, എനിക്ക് എപ്പോഴും വോയിസ് വിടുന്നത് കൂടുതൽ കംഫർട്ട്. അത്രയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഫോൺ കോളുകൾ മാത്രമേ ഞാൻ ഇരുന്ന് സംസാരിക്കത്തുള്ളൂ. ബാക്കിയല്ല ഞാൻ വോയിസ് ഇടും. അങ്ങനെയാണ്. അപ്പം നിങ്ങളാണെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ ടൈം പോലെ. അപ്പൊ എനിക്ക് ബാക്കി ജോലികളും നടക്കുമല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വോയിസ് മെസ്സേജ് തിരിച്ച് റിപ്ലൈ വിടാലോ. അങ്ങനെ അപ്പൊ അങ്ങനെ ഇത് കണ്ടോ കൂട്ടുകാരെ, നമ്മുടെ മുറ്റത്ത് കമേലിയ ചെടി ഓൾറെഡി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ. നല്ല റെഡ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നേരെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഓരോ ചെടിത്തണ്ടിലും ധാരാളം മുട്ടുകൾ ഇങ്ങനെ വിടർന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. നിറയെ ഉണ്ടാവും കേട്ടോ. നല്ല വെയിലത്ത് നിന്നാലും ഒരു ഇളം തണലിൽ നിന്നിട്ടുണ്ടെങ്കിലും ഓക്കെയാണ് കേട്ടോ. ഞാനിപ്പോ ഒരു ഇളം തണലിലേക്കാണ് വെച്ചിരിക്കുന്നത്. എന്തൊരു ഭംഗിയാ ഇത് നേരെ കാണാനെന്നറിയോ. നിറച്ചങ്ങുണ്ടായി കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ്. ഇതിന്റെ പിങ്കും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഈ കളറും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് ഈ കമേലിയ പ്ലാന്റിന് വേണ്ടവരും ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാർ, ഒട്ടും നഷ്ടം വരത്തില്ല നിങ്ങൾക്ക് മേടിച്ചിട്ടാൽ. ഇതിന്റെ ഒറിജിനൽ ചെടിക്ക് 15,000 രൂപയൊക്കെയാണ് കേട്ടോ. ഇത്രയുള്ള ഈ ചെടിക്ക് 15,000 രൂപയൊക്കെയാണ് റേറ്റ്. പക്ഷെ നമ്മൾ കമേലിയയുടെ തൈകൾ വളരെ ചെറിയ പൈസയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും നഷ്ടം വരില്ല. പിന്നെ ഞാൻ നേരെ നമ്മുടെ എസ് ഭാരത് കൽപ്പറ്റയിൽ, നമ്മുടെ അല്ല എസ് ഭാരതിൽ കയറിയിട്ടോ. ഞാൻ 2-3 ടോപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെയും ബത്തേരിയും എസ് ഭാരതി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ലാഭത്തിൽ നല്ല നല്ല ഡ്രസ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. 4-5 ഫ്ലോർ ഉണ്ട്. പക്ഷെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കൈ നിറച്ച് ഡ്രസ്സ് ഉണ്ടാവും. എന്നാൽ വലിയ റേറ്റും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് എനിക്ക് കൽപ്പറ്റയാണെങ്കിലും ഇവിടെയാണെങ്കിലും എസ് ഭാരതി കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കയറി പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പൊ മിലോ കുഞ്ഞിനെ അവിടെ ബാത്തിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് വരുവാൻ ഗ്രിൽ ആൻഡ് കോയിലോട്ടോ. അപ്പോ കണ്ടിട്ട് ഇവിടെ വൈകുന്നേരം കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് വരുന്നതാണ്, കുറച്ചും കൂടി സന്ധ്യാസമയത്ത് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കോഴിയൊക്കെ കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു സെക്ഷനിൽ കുറച്ച് വെന്ത കോഴി പോലെ തോന്നി. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ ഓർത്തുട്ടോ. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ഷോപ്പിൽ വരുമ്പം അല്ലെ ഒരു ഹോട്ടലിലൊക്കെ വരുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലെ. നല്ലതാണോ ചീത്തയാണോ ഭയങ്കര ഒരു ആകാംക്ഷ അല്ലെ. നമുക്ക് ഇഷ്ടപ്പെടുവോ, പിന്നെ നമുക്ക് ഇവിടെ വരാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇവിടുത്തെ ഫുഡ് നല്ല ഒതന്റിക് ടേസ്റ്റ്. ഞാൻ ഈ സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടുന്ന് കഴിച്ച അതേ ഒരു ടേസ്റ്റ് അശ്വിനും പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൗദിയിൽ നിന്ന് കഴിച്ച അതേ ടേസ്റ്റ് തന്നെ വരുന്നുണ്ടല്ലേ എന്ന് അവനും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അശ്വിനോട് പറയാറുണ്ട്, എടാ വലിയ മഴക്കാലത്തിന് മുമ്പ് എന്തായാലും നമുക്ക് 1-2 വട്ടം ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ എന്തായാലും ഈ ഫ്രൈ കോഴിയൊക്കെ കഴിച്ചിട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റുകൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന്റെ എല്ലാം പൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. പക്ഷെ നമ്മളിങ്ങനെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നതാണ് ഇങ്ങനത്തെ ഫിഗൊക്കെ. പക്ഷെ നമ്മൾ എന്ത് നട്ടിട്ടുണ്ടെങ്കിലും ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞ് മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഇതിൽ വന്ന് നിൽക്കാറില്ല. അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേന്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു. എന്റെ അനുഭവം അങ്ങനെയാണ് കേട്ടോ.
അപ്പൊ നമ്മൾ കുറച്ച് ഓപ്പൺ പോലെയുള്ള ഒരു സ്പേസിൽ ഇരിക്കാന്ന് ഓർത്തുട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുന്നും മലയും ഒക്കെ കണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളൊരു സൈഡ് അങ്ങനെയാണേ. ഇത് നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് കാണുമ്പോൾ. ഇതാണ് നമ്മുടെ കൽപ്പറ്റയുടെ ഒരു ഭാഗം കേട്ടോ. നല്ല രസമാണ്. പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന ഫുഡൊക്കെ കഴിച്ച് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ശാന്തമായിട്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ മുൻവശം മുഴുവൻ റോഡാണ്, പക്ഷെ ഈ സൈഡ് മുഴുവനും ഇതുപോലെ നല്ല പച്ചപ്പും മുളം കാടുകളും പിന്നെ വലിയ കുന്നാണ് കേട്ടോ. അത് നമുക്ക് ക്യാമറ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ ഈ കുന്നുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ആശൻ എന്നോട് ചോദിച്ചു എന്താ കഴിക്കാൻ വേണ്ട അമ്മയ്ക്കെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചുറ്റും നോക്കിയിട്ട് ആരെയും ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഇവിടുത്തെ എന്താന്ന് എനിക്ക് അറിയത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ഓർഡർ കൊടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ ഞാൻ എന്തൊക്കെയോ പണികളായിട്ട് നടന്നുകൊണ്ട് എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും നമ്മൾ വൈകുന്നേരം പുറമെ പോകല്ലേ, അപ്പൊ നല്ല തട്ടാം അതുവരെ ഇങ്ങനെ നടന്നാലോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ശരിക്കും പറഞ്ഞാൽ കുടിച്ചിട്ടുള്ളൂ. രാവിലെ ജസ്റ്റ് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബ്രെഡ് ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ടുണ്ട് 1-2 പീസ്, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. ഇനിയിപ്പോ കാഴ്ചയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാം എന്നോർത്തു. നല്ലൊരു തണുപ്പും കാര്യങ്ങളും, പക്ഷെ മഴയില്ല കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് വല്ലാത്ത മഴയുള്ളപ്പോ എനിക്ക് കൽപ്പറ്റ ഭാഗത്തായിട്ട് വരുന്നത് അത്ര ഞാൻ അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ. അങ്ങനെയാണ്. ഈ മരങ്ങൾ റോഡ് നിറയെ വൻ വൃക്ഷങ്ങളാണ്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ. അപ്പൊ നമുക്ക് അത്ര സേഫ് യാത്ര എന്ന് പറയാൻ പറ്റത്തില്ല. വലിയ മഴയത്ത് കാറ്റും മഴയൊക്കെ ആണെങ്കിൽ എപ്പോഴും മരങ്ങൾ ഉരുണ്ട് വീഴും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് ഞാൻ അത്ര ഇങ്ങോട്ടേക്ക് ബത്തേരിക്ക് പോകാൻ അത്രയും ഡേഞ്ചർ എനിക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു കൽപ്പറ്റ വലിയ മഴക്കാലത്ത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കുറച്ച് മഴ തോർന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ കുറച്ച് 1-2 ദിവസം ഇച്ചിരി ഉണക്കൊക്കെയുള്ള അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ വരുന്നത്. എനിക്ക് ഇഷ്ടമാട്ടോ. എന്റെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ എല്ലാ സാധനങ്ങളും വലിച്ചടുപ്പിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ. അങ്ങനെ എന്ത് വലിയ പാറക്കെട്ടുകളും കാര്യങ്ങളും അല്ലേ. ഇവിടെ നിറച്ച് പച്ചപ്പാണ്, നിറച്ച് പാറക്കെട്ടുകളുണ്ട്. അങ്ങനെ അപ്പം പിന്നെ അശ്വൻ നോക്കിയിട്ട് ഓർഡറൊക്കെ കൊടുക്കുവാണ്. എനിക്ക് നല്ലൊരു ചായ വേണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇന്നാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് സാധാരണ ഞാൻ ഭയങ്കര ചായ അഡിക്റ്റ് കേട്ടോ. ചായ അഡിക്ഷൻ മാറ്റിയിട്ട് ഞാൻ കോഫിയിലേക്ക് മാറാൻ വേണ്ടി എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കോഫിയൊക്കെ ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് വന്നേക്കുന്നതിൽ ഒരു മെയിൻ ഉദ്ദേശം എനിക്ക് നല്ല കുറച്ച് കോഫി പാക്കറ്റുകൾ മേടിക്കണം എന്ന് ഓർത്തിട്ടും കൂടിയാണ്. അപ്പൊ ഞാൻ പിന്നെ നമുക്ക് നാടൻ കോഫി കിട്ടും, അതൊക്കെ എനിക്ക്. പക്ഷേ നാടൻ കോഫിനേക്കാളും ഇച്ചിരി ഇഷ്ടം എനിക്കല്ലാതെ നമ്മളിങ്ങനെ പിന്നെ എന്താ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കുന്ന കോഫി, അതിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ആദ്യം അങ്ങനെ മേടിച്ചു നോക്കാം. പിന്നെ നമുക്ക് നാടൻ കോഫി, നമുക്ക് ഇഷ്ടംപോലെ കാപ്പിക്കുരു ഉണ്ട് കേട്ടോ. എന്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കാപ്പിക്കുരു ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര വേണേലും കാപ്പിക്കുരു കിട്ടും. അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെ സ്വന്തം പറമ്പിലും കാപ്പി നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ അച്ഛന്റെ തറവാട്ടിൽ നിറയെ കാപ്പിയുണ്ട്. അപ്പൊ നമുക്ക് എത്ര വേണേലും കാപ്പി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഓർത്തു ഇനി കാപ്പി കുറച്ച് നന്നായിട്ട് എന്താ കുത്തി വറുത്ത് അതിനകത്ത് കുറെ ചിക്കറിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ മേടിച്ച് ചേർത്തിട്ട് ചായയിൽ നിന്ന് നേരെ കാപ്പിയിലേക്ക് മാറണമെന്ന് ഓർത്തിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാനത് സെയിൽ തുടങ്ങണം എന്ന് ഓർത്തും ഞാൻ കുറെ നാളായി നോക്കുന്നു, പ്ലാൻ എടുത്തു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടുള്ള ഒരു പിന്നെ താമസം മാത്രമേ ഉള്ളൂ. ചിക്കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, അത് ചില റൂട്ടുകളാണ് കേട്ടോ, മരത്തിന്റെ റൂട്ടുകൾ തന്നെയാണ്. അത് ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കോഫിക്ക്. പിന്നെ ഭയങ്കര പണ്ട് മുതൽ ഇംഗ്ലീഷുകാർ മുതലേ ചേർക്കുന്നതാണേ. അങ്ങനെ അത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് കാപ്പിപ്പൊടി നമുക്ക് സെയിൽ തുടങ്ങാം. ആ കൂടെ എനിക്കും കാപ്പിയിലേക്ക് മാറണം. അങ്ങനെ നമ്മുടെ നല്ല ഷവായി ചിക്കനും റൈസും ഒക്കെ വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്താ നമ്മൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ കഴിച്ച ആ ഒതന്റിക് ടേസ്റ്റ്. അപ്പൊ ഞാൻ ഉറപ്പിച്ച് അവനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ. അപ്പൊ നമുക്ക് എന്തായാലും വലിയ മഴക്കാലത്തിന് മുമ്പ് 2 വട്ടം കൂടി ഇവിടെ വന്ന് നമുക്ക് ഇതുപോലെ നല്ല പിന്നെ ചിക്കനൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. പിന്നെ നമ്മൾ ചിക്കനോ ഫുഡോ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ആദരിക്കണമല്ലോ. വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത്, അത് അശ്വിന്റെയും ശീലം കേട്ടോ. പിള്ളേരെയൊക്കെ ശീലമാണല്ലോ പിന്നെ സ്റ്റാറ്റസ് ഇടല്ലോ അത് ഇതൊക്കെ. അങ്ങനെ അപ്പൊ ഞാനും കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്തു. ഇനിയിപ്പോ എന്തായാലും കഴിച്ചൊക്കെ എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എല്ലാം കാണും, കൊതിയൊക്കെ പിടിക്കും, പക്ഷെ എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ഇന്ന് പക്ഷെ ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അവന് എവിടെ കയറിയാലും ഇതുപോലത്തെ തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതെല്ലാം മേടിച്ച് കഴിക്കും. ഞാൻ പക്ഷെ തണുപ്പ് ഒട്ടും കഴിക്കാൻ നിൽക്കത്തില്ല. പെട്ടെന്ന് എനിക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ വേദന പിടിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ടോൺസിലൈറ്റിസ് പോലെയൊക്കെ അങ്ങായി മാറും. പിന്നെ പനിയിലേക്കൊക്കെ പോകും എനിക്ക് തണുപ്പ് കഴിച്ചാൽ. ഇവൻ ആക്ച്വലി ഇന്ന് തൊണ്ടവേദനയാണെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടാണ് ഇവൻ ഇരുന്ന് തണുപ്പെല്ലാം തട്ടുന്നത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ ശാസ്ത്രീയത വിളമ്പാൻ തുടങ്ങി കേട്ടോ. പിന്നെ തണുപ്പടിച്ചിട്ടല്ല നമുക്ക് തൊണ്ടവേദന വരുന്നത്, അതിൽ ബാക്ടീരിയ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തുടങ്ങും കേട്ടോ. പിന്നെ അവന് ക്ലാസ് എടുപ്പാണ്. എന്ത് പറഞ്ഞാലും അവൻ ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്ത് അതിനെക്കുറിച്ച് കുറെ ക്ലാസ് നമുക്ക് തിരിച്ചെടുക്കും കേട്ടോ. പറഞ്ഞു വരുമ്പോൾ അവൻ തന്നെ ജയിക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ആ രീതിക്കൊക്കെ ഇരുന്ന്. പിന്നെ ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു ഓക്കെ
ഓക്കെ എന്തായാലും വന്നതല്ലേ, നമുക്ക് 3-4 ഷവർമ മേടിച്ചിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ 4 ഷവർമ ഓർഡർ കൊടുത്തപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു, എന്തിനാണ് 4 അപ്പൊ പറയാ ഇതിപ്പോ ഇത്രയില്ലേ, വൈകുന്നേരം ആയുള്ളൂ, 11 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വിശക്കൂന്ന്. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ എന്നാ എനിക്കും കൂടി കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങള് 4 ഷവർമ ഇന്ന് രാത്രി 11 മണിക്ക് കഴിക്കാൻ ഓരോന്ന്, പിന്നെ നാളത്തേന് കഴിക്കാൻ ഓരോന്ന്, അങ്ങനെ ഞങ്ങൾ 4 ഷവർമയൊക്കെ മേടിച്ച് അങ്ങനെ അവിടുന്ന് തിരിച്ചു പോന്നു കൂട്ടുകാരെ. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഞാനിവിടെ സ്വരത്തിൽ കയറി 3-4 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ത്രില്ല് മുഴുവനോ അത് ഞാൻ അധികം ഇട്ട് നോക്കാതെ ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഇനി നമുക്ക് വീട്ടിലേക്കുള്ള കുറെ കിച്ചൺ തിങ്സ് ഒക്കെ മേടിക്കാനുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഷോപ്പിംഗും കൂടി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മുടെ മിലോ കുഞ്ഞിന്റെ ബാത്തൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് അവരവിടെ നിന്ന് വിളിച്ചോളും. അപ്പൊ നമ്മൾ മിലോ കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ മിലോ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. നല്ലൊരു സെന്റർ ആണ് കേട്ടോ, നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഭയങ്കര സമാധാനം ഇവിടെ കൊടുത്തിട്ട് പോകാന്. നല്ല വൃത്തിക്ക് അവര് ബാത്തൊക്കെ കൊടുത്ത് എല്ലാ കെയറും കൊടുത്ത് അങ്ങനെ നമ്മുടെ മിലോ കുഞ്ഞാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ബാത്തും കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല ശീലമായി ഇവിടെ. അപ്പൊ ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു, വീട്ടിലേക്ക് പോന്നു. പിന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കുറച്ച് ക്ഷീണമൊക്കെ തോന്നിയിട്ട് നല്ല ഫുഡ് അടിച്ചുകൊണ്ടായിരിക്കും. പിന്നെ രാത്രി ഞാൻ വീട്ടിൽ ഷവർമയൊക്കെ തിന്ന് അങ്ങനെ. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ നാളെ ഒരു ദിവസത്തേനെ കൊറിയർ വരണ്ടാന്ന്. പക്ഷെ ഇങ്ങനത്തെ കുറെ എമർജൻസി മെസ്സേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ട പോലെ ഞാനെല്ലാം പാക്ക് ചെയ്ത് വിട്ടത്. ഇനിയിപ്പോ ഇന്നലത്തെ സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മുടെ ദിവസം ഇന്നത്തെ ഇങ്ങനെ തന്നെ തീരും കേട്ടോ, ഹാപ്പി ആയിട്ട്. അപ്പൊ ശരി കൂട്ടുകാരെ, സ്ക്രീനിൽ നമ്മുടെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് നേരെ ഒരു മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ. ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമേ. ടാറ്റാ.